കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ക്യൂട്ടായി എന്ന് പറയാൻ പറഞ്ഞ ഇന്ന് ക്രിസ്മസ് ആണ്. ഹാപ്പി ക്രിസ്മസ്. നമ്മളിന്ന് ബാരോസ് 3D കാണാൻ പോവാണ്. എവിടെ? ബണ്ണാർഘട്ട റോഡില് വേഗ സിറ്റി മാൾ അല്ലേ? അപ്പൊ നമ്മള് നേരെ 9:30 ഷോ. നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. വേഗ സിറ്റി മാളില് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് ഞാൻ ഇവിടെ ഈ മാളിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നോക്കിയപ്പോൾ ഇവിടെ H&M ഒക്കെ ഉണ്ട്. അപ്പോൾ വലിയ സൂപ്പർ മാളൊന്നുമല്ല, ചെറിയ മാളാണ്. പക്ഷേ കുറേ കടകളുണ്ട് തോന്നുന്നു, കാരണം പഴയ മാളെന്നാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ബാരോസ് 3D കാണാൻ പോവാണ് ക്രിസ്മസ് ദിനത്തിൽ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് നല്ലൊരു ദിവസമാണെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്. പിന്നെ ബാരോസ് അടിപൊളി ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ 3D അല്ലേ, സംഭവമല്ലേ. പക്ഷേ എൻ്റെ ട്രെയിലറും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, എന്തായാലും പോയി കാണട്ടെ. ഇനി അതിന് മുന്നേ ഫുഡ് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. നമ്മളിന്ന് രാവിലെ കമ്മനള്ളി ആ ഭാഗത്തുനിന്ന് ഇവിടേക്ക് വന്നത് 1/2 മണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഞങ്ങളൊരു 7:45 ഇറങ്ങിയത്. ഇപ്പോൾ 8:15 8:30 അപ്പോൾ പോയി ഫുഡ് കഴിക്കട്ടെ. സായി അവിടെ ഫുഡ് മേടിക്കാൻ നിൽക്കുകയാണ്. നമ്മൾ ചായ കാപ്പി വന്ന് നമ്മുടെ മാളിൻ്റെ തൊട്ട് പുറത്ത് ഒരു കഫേൻ്റെ പേര് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. 9:30 ഷോപ്പ്. 9 മണിയായി. ഞങ്ങൾ വേഗം പോയി ഇനി കഴിക്കട്ടെ. 2 പൂരിയാണ് ഓർഡർ ചെയ്ത്. അപ്പോൾ പൂരി വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും പൂരി തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ സ്ഥിരം പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് സാധനം. ഇപ്പോഴത്തെ പൂരി ഭയങ്കര വ്യത്യസ്ത ടേസ്റ്റാണ്. PVR ഐനോക്സിലെ ഗോൾഡിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ഗോൾഡാണിത്. എന്താ മഞ്ഞ ഡ്രസ്സ് കിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോ മറ്റേ സാധാരണ നോർമൽ ചെക്കിങ് കാണും. എന്നോട് ചോദിക്കുന്നുണ്ടോ എന്ത് വേണ്ട വേണം വെച്ചിട്ടില്ലേ? എന്നോട് ഫുഡ് ഐറ്റംസ് ഉണ്ട് ചോദിച്ചു കേട്ടോ എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ ഫുഡ് ഐറ്റംസ് നമ്മുടെ ഫുഡ് ഐറ്റംസ് അല്ല ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ കുറേ പിന്നെ ഭയങ്കര വിലയുള്ള സാധനമാണല്ലോ. ഒരു സാധനം വാങ്ങി തന്നെ 100-200 രൂപ കൊണ്ട് കൊടുത്ത് സാധനം വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ ഗോൾഡിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഗോൾഡ് സെറ്റ് ആയിട്ടുള്ള സ്ഥലം. ഫുള്ള് ഗോൾഡാണ് ഇവിടെ. നമ്മൾ ബാരോസ് 3D കാണാൻ നമ്മൾ നേരത്തെ എത്തി. 9:15 കറക്റ്റ് നമ്മൾ നേരത്തെ എത്തി. നമ്മൾ 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാനുണ്ടല്ലോ. എന്താ കോഫി വേണം എന്നോട് വെച്ചില്ലേ? 400 രൂപ കൊടുത്ത് കോഫി കുടിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഒരു കോഫിക്ക് 400 രൂപ കൊടുത്തിട്ട് കുടിക്കുന്നു. അപ്പോൾ നോക്ക് മക്കളെ, നോക്ക്. നമ്മളിപ്പോൾ എവിടെയാണ്? തിയേറ്ററിൽ. അപ്പോൾ നമ്മളിവിടെ തിയേറ്ററിലെത്തി. ആകെ കുറച്ച് സീറ്റുള്ളൂ. ഈ സീറ്റ് ഗോൾഡ് ആയതുകൊണ്ടല്ലേ, ഗോൾഡിൻ്റെ അല്ലെങ്കിൽ കുറച്ച് സീറ്റുള്ളത്. അവിടെ ഗ്ലാസ് വന്നിട്ടുണ്ട്, 3D ഗ്ലാസ് വന്നിട്ടുണ്ട്. ഗ്ലാസ് ഒരു പേപ്പറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബാരോസ് കാണട്ടെ. നമ്മുടെ PVR ഐനോക്സിൻ്റെ 3D ഗ്ലാസ് സാനിറ്റൈസ് ചെയ്തതാണ്. അങ്ങോട്ട് കണ്ടല്ലോ. അപ്പം നമ്മൾ ബാരോസ് ഈ കണ്ണിന് ഒരു കാഴ്ച കുറവാണ്. അപ്പൊ നമ്മൾ ബാരോസ് കണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ റിവ്യൂ കാണണമെങ്കിൽ സൈഡ് ചാനലിൽ പോയി നോക്കുക. ഓൾറെഡി ഞാൻ റിവ്യൂ 2 ദിവസം കണ്ടാവും. അപ്പൊ നമ്മൾ ബാരോസ് കണ്ടിട്ട് ഇപ്പൊ നമ്മൾ നേരെ കാസർഗോഡ് പോവാണ്. എന്താ കാസർഗോഡ് റിവ്യൂ ഒക്കെ ഇട്ടു. 3Dയെ കുറിച്ചും അതിന്റെ ബാക്കി ടെക്നിക്കൽ വശങ്ങളും അല്ലാതെ കാര്യമായിട്ട് അതിലൊന്നും പറയാൻ ഇല്ല. എല്ലാരും റിവ്യൂസിലും അതന്നെ ആയിരിക്കും. ആ സിനിമയുടെ ടെക്നിക്കാലിറ്റീസ് അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ നെഗറ്റീവ് റിവ്യൂ ഇടാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരൊന്നല്ല. നല്ലത് കണ്ടാൽ നല്ലത് പറയുന്ന ആൾക്കാരുമാണ്, ചീത്തത് പറയുന്ന ആൾക്കാരുമാണ്. അല്ലാതെ നെഗറ്റീവ് മാത്രം നോക്കി നിൽക്കുന്ന ആൾക്കാരല്ല. അതിന് ഞങ്ങൾക്ക് ആ പണിയല്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ നമ്മൾ ഇനി നേരെ കാസർഗോഡ് പോവാണ്. കാസർഗോഡ് സായിക്കുന്ന നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്ക് കാസർഗോഡ് നമ്മൾ റൗണ്ടിൽ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ മത്സരം എന്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഞാനാണ് അതിലൊരു ഓപ്പോസിറ്റിൽ ഒരൊപ്പം നിൽക്കുന്ന ഒരാള്. അപ്പോ ഇവിടെ നല്ല രസമായിട്ട് അടിപൊളി.
അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. നമ്മളിപ്പോൾ അവിടുന്ന് ഇറങ്ങി 2:15 കഴിഞ്ഞു. നമ്മളിപ്പോൾ നൈസ് റോഡിൽ ഇത് വന്ന വഴിയല്ലേ? വന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോട്ടെ കേട്ടോ. നമ്മൾ പോണ വഴിക്ക് ഇങ്ങനത്തെ സംഭവം കണ്ടു. അപ്പോൾ നമ്മൾ മൈസൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 തവ ഷവർമ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ കാസർഗോഡുള്ള സ്റ്റേ ഇവിടെയാണ്, 7 സ്യൂട്ട്സ് അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വ്യൂ കാണിച്ചു തരാം. അകത്തെ റൂം ടൂർ. 2 റൂമുണ്ട്. അവിടെ റൂമുണ്ട്. പിന്നെ ഞാനിവിടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് സോഫ സെറ്റ്, TV, ഞാൻ എൻ്റെ ബാഗ് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ വാഷ്റൂമുണ്ട്. ഇവിടെ നമ്മൾ ഡൈനിങ് ടേബിൾ, കിച്ചൺ, ഫ്രിഡ്ജ്, ഓവൻ, പിന്നെ ഒരു വാഷ് ബേസിൻ, പിന്നെ ഇവിടെ വേറെ റൂം. അത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഭംഗിയുള്ള നമുക്കൊരു റൂമാണ് കിട്ടിയത്. റൂം മീൻസ് ഇതൊരു അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലാണ്. ഇതിൻ്റെ പേരിന് 7 സ്യൂട്ട് അപ്പാർട്ട് ഹോട്ടലാണ്. അപ്പോൾ കാസർഗോഡ് ടൗണിൽ തന്നെയാണ്. ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ അടുത്താണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ നല്ല അടിപൊളി ഒരു റൂമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റൂമെന്ന് പറയാൻ പറ്റില്ല, നമുക്കിവിടെ ഒരു ഫാമിലി ആയിട്ട് ഒരു 2-3 ഫാമിലിയൊക്കെ ആയിട്ട് നിന്ന് വന്ന് കുക്ക് ചെയ്യാം. പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പാത്രങ്ങളൊക്കെ ഉണ്ട്, പ്ലേറ്റ്സ്, വറക്കുന്ന സംഭവങ്ങൾ, പിന്നെ ടീ ഉണ്ടാക്കുന്നത്, നോർമൽ ടീ ഉണ്ടാക്കുന്നത്, ഫ്രിഡ്ജുണ്ട്, അവിടെ ഓവൻ ഉണ്ട്, പ്ലേറ്റ്സ് എല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ എന്തൊക്കെയല്ല നോക്കാം കേട്ടോ. ഫ്രിഡ്ജ് കാലിയാണ്, ഒന്നുമില്ല, ഫ്രിഡ്ജ് കാലിയാണ്. പിന്നെ അത്ര തന്നെ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്. നമുക്ക് അല്ല, എനിക്ക് ഒന്നാമത് ഈ വൈറ്റ് പെയിൻ്റ് അടിച്ച റൂമുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതല്ല, എനിക്ക് ഭയങ്കര ഈ ഇംഗ്ലീഷ് ടൈപ്പ് റൂമുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ അവിടുത്തെ വ്യൂ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് നോർമൽ വ്യൂ ആണ്, പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. പിന്നെ എന്താ പിന്നെ പറയാൻ മറന്നുപോയി, നമ്മൾ ബാംഗ്ലൂർ ടു കാസർഗോഡ് ആണ് വന്നത്. നാളെ സായിക്ക് ബേക്കൽ ഫെസ്റ്റ് ഒരു പ്രോഗ്രാം ഉണ്ട് 26th. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യുമ്പോൾ 2 ദിവസം കഴിയും. പക്ഷെ ഞാൻ ഡേറ്റ് അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. 26th ബേക്കൽ ഫെസ്റ്റ് ഉണ്ട്. അവിടെ സായി ഒരു ഗസ്റ്റാണ് എന്തായാലും. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. എന്നിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തിരിച്ചു പോകാനാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ നൈറ്റിന് ഇത്രേ ഉള്ളൂ. ഇനി വേഗം പോയി ഡ്രസ്സ് മാറ്റി, കാരണം ഭയങ്കര യാത്ര ചെയ്യുന്നു. രാവിലെ ബറോസ് കണ്ടിട്ട് നേരെ ഒരു 1:30-2 മണിയായപ്പോൾ നേരെ തന്നെ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ എത്തിയപ്പോൾ 10 മണിയായി. ഞങ്ങൾ ഫുഡ് ഇപ്പോൾ കഴിച്ചു. ഫുഡ് കണ്ടില്ലേ, ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു. ഇനി നേരെ ഡ്രസ്സ് മാറ്റാൻ കിടക്കുക. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങിയാണ്. മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അല്ലേ? മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇഷ്ടമല്ല അല്ലേ? എനിക്കത് ശരിയുള്ളൂ. മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് വൈകുന്നേരത്തെ പ്രോഗ്രാം ചെയ്യണം. അപ്പം അതിന് മുന്നേ ഞങ്ങളൊരു കരിക്ക് കുടിക്കാം കേട്ടോ. ഞാനൊരു ഗ്ലാസ് മേടിച്ചു. ഷെയ്ഡ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇത് മാത്രം. അടുത്തത് ഇത് എനിക്ക് ഫുള്ള് ചുവന്ന കളറായിട്ട് കാണുന്നുള്ളൂ. അടുത്തത് കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ആണ് ഇന്ന് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അതിൻ്റെ മുടി സെറ്റാക്കി മേക്കപ്പ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഏതാ പാൻറ്റോ? എൻ്റെ പുതിയ കന്നഡയാണത്. കന്നഡ എന്നൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്.
നമ്മൾ ഇവിടുന്ന് നമ്മൾ ചാമ്പലെത്തിണ്ട്. ചാമ്പലെത്തി അതെ, ചാമ്പൽ ജൂനിയർ. ഇവിടെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. എന്റെ മേക്കപ്പും ഡ്രസ്സിംഗ് ഒക്കെ ഞാൻ കാണിച്ചത്. അപ്പൊ ഒരാളുണ്ട് ഇവിടെ, നമ്മുടെ നന്ദന സി വന്നിട്ടുണ്ട്. വരില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്താ എഴുന്നള്ളിയത്? മോയിനക്ക് കാതുപോയി കാല് വിട്ടു തരുന്നത്. അങ്ങനെതാ മോയിനക്ക് ഫുള്ള് കല്യാണ പരിപാടിയാണോ? കാതുപോയി നന്ദന സി കന്നഡ ചന്ത. അപ്പൊ ഞാൻ കന്നഡ വെച്ചതാ. ഇവിടെ നന്ദന സി ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നിങ്ങൾ ആരും നോക്കണേ. ഞാൻ നേരത്തെ കാണിച്ചത് കുത്തത്. ഇത് നമ്മുടെ കാസർഗോഡ് സ്പെഷ്യൽ. നിങ്ങൾ മാത്രം കളറില്ല, എന്റെ ഒറിജിനൽ കളറിലല്ലോ കാണണേല്. ലൈറ്റ് ഇടൂ, ഉള്ള കളറിലേ കിട്ടുള്ളൂ. എന്റെ ഇതിനും അവിടെ ഇട്ടുള്ളൂ. അപ്പൊ നമുക്ക് ബേക്കൽ ഫെസ്റ്റ് കാണാം കേട്ടോ. ഇതില് ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് മൊബൈൽ അയ്യോ കഴിക്കുന്നുണ്ട്. നന്ദനാസിന്റെ ഡ്രസ് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇവിടെ പ്രമോഷൻ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ബേക്കൽ ഫെസ്റ്റിലേക്ക് പോവാണ്. നമ്മള് കഴിഞ്ഞ കൊല്ലം ന്യൂ ഇയറിന് ഇവിടെയായിരുന്നു. ഇപ്പൊ ഇക്കൊല്ലം നമ്മള് ക്രിസ്മസിന് ഇവിടെയാണ്. ഓക്കെ സാർ, അപ്പൊ നമ്മളെ മനസ്സിലായി ഗസ്റ്റാന്നുള്ളത്. ഓക്കെ, ഗോസ്റ്റ്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ മേക്കപ്പ് ചെയ്താട്ടോ സ്വന്തമായിട്ട്. എന്റെ മേക്കപ്പ് കാണാനല്ലോ തിരിച്ച് പുറത്തേക്ക് പോവാനെ. അവിടെ എത്ര പാർക്കിംഗ്? നന്ദന ഫാൻസ് ഉണ്ട്, സായി ഫാൻസ് ഉണ്ട്. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓ ഖാദർ കൂടെ ഒന്നും ഇങ്ങോട്ട് കരിപ്പൊടി എവിടെ? എന്റെ കരിപ്പൊടി എന്തേ? എന്റെ കരിപ്പൊടി ചേട്ടൻ മൈ വെരി ഫേവറേറ്റ് ആണ് ഖാദർ. ഖാദർ എന്തേ? ഖാദറും കൂടി ഒരു നല്ല കൈഡി എടുത്തേ. കാസർഗോഡിന്റെ അഭിമാനം ഖാദർ കരിപ്പൊടി. ഹായ് പ്രിയമുള്ളവരെ, ഒരുപാട് നീട്ടി വലിച്ചൊന്നും പോകുന്നില്ല. എനിക്കറിയാം എല്ലാവരും ബോറടിച്ചിരിക്കാന്നുള്ളത്. കുറെ ഒന്നും പറയുന്നില്ല. എന്തായാലും മീര ഉണ്ടല്ലോ സ്ഥലത്തല്ലേ, ഇടയ്ക്കിടയ്ക്കൊക്കെ എയറിൽ പോവാണ് മീര. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് മീരാനൊന്ന് കാണാൻ കിട്ടിയത്. കൂടെ നമ്മുടെ സായി ഉണ്ട്, ബിഗ് ബോസിന്റെ റോബിൻ ഉണ്ട്, ആൻഡ് എൻറ്റയർ ടീം ഉണ്ട്. So it's good to be here. ആണ്, വൈഫും ഒക്കെ ഉണ്ട്. അപ്പൊ കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. എന്താണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പല പ്രശ്നങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഞാനാണ് ആദ്യമായിട്ട് സായിനെയും റോബിനെയൊക്കെ ഒരുമിച്ച് ഒരു വേദിയിൽ കാണുന്നത്. ശരിക്കും നിങ്ങൾ തമ്മിൽ പേഴ്സണലി ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ എന്തെങ്കിലും? ഇല്ല, ഇപ്പോ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ സ്റ്റേജിൽ നിൽക്കാറുണ്ടല്ലോ. എന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളാണ് കേട്ടോ. പുള്ളി വിമർശിക്കാത്തായിട്ട് ആരുമില്ലേ? അതുകൊണ്ട് അതൊന്നും നമ്മള് പറയുന്നില്ല. എന്താണേലും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈക്വലി ഏറെ കയറിയ ആളുകളായതുകൊണ്ട് പനമര പനമര അത് മാർക്കോ. യെസ്, വെരി നൈസ്. മൂന്നാമത് ഒരാളുണ്ട്. ഞാൻ നാസയിലോട്ട് വർക്ക് ചെയ്യാൻ പോയാലൊന്നും ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും സ്ഥിരമായിട്ട് എയറിൽ കയറി ഇറങ്ങുകയും ചെയ്തോണ്ടിരിക്കുന്നവരാണ്. എക്സിസ്റ്റൻസ് അതാണ്, നമ്മുടെ എക്സിസ്റ്റൻസ് അത്രയേ ഉള്ളൂ.
ഗ്ലാസ് വെച്ചിട്ട് സ്നേഹ ചേച്ചിയും, അതിന്റെ അപ്പുറത്ത് ക്യൂട്ടായി എന്ന് പറയാൻ പറഞ്ഞ ആരതി ചേച്ചിയും, അതിന്റെ അപ്പുറത്ത് കണ്ണാട വെച്ച കണ്ണാപ്പി, ഇപ്പൊ എയർലായിക്കൊണ്ടിരിക്കുന്ന കണ്ണാപ്പി. അപ്പൊ നമ്മുടെ അപ്പൊ നമ്മുടെ അതെ അങ്ങനെ നമ്മുടെ ജനങ്ങളുടെ രോമാഞ്ച കുഞ്ചു 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 നാളായ അത് മതിയോ? കുറച്ചുകൂടി റോബി ചെല്ലും. അതുപോലെ നമ്മുടെ യൂത്തിന്റെ മോനുക്കയും. നമ്മളിപ്പോ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നടന്നു. ഞാൻ പിന്നെ വലിയൊരു ബ്ലോഗറായ കാര്യം ഞാൻ നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഞാൻ വലിയൊരു ബ്ലോഗറായ കാര്യം ഞാൻ എല്ലാവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ആ അതെ ആണ് അതിന്റെ സൗന്ദര്യത്തിന് എന്തെങ്കിലും ഒന്നുമില്ല കണ്ടോ? ഇല്ലല്ലോ, സത്യം പറ. അപ്പൊ നമ്മള് ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. അതെ, ഈ നന്ദനന്റെ ഒരു കഠിന ഹൃദയം നിങ്ങൾ ആലോചിച്ചോ. മുയലിനെ തിന്നാൻ കിട്ടും. അതെ, ഈ പാവം മുയലിനെ കണ്ടിട്ട് കഴിക്കണത്. അതായത് ഞങ്ങളുടെ ബാക്കിൽ മുയലിനെ കാണുന്നു. ഇവള് വന്നറിഞ്ഞ മുയൽ ഫ്രൈ കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവള് കുറച്ച് ഒന്നും കൂടി കള്ളും കൂടി കുടിച്ച് ഞാൻ മനസ്സിലാക്കി കഴിക്കാൻ നമ്മളെ എല്ലാരും ഉണ്ട്. അപ്പോ നമ്മൾ കഴിക്കുന്നു. നമ്മള് ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ ഇവിടെ 2-3 കുട്ടികളുണ്ട്. നല്ല അപ്പൊ ഗൈസ്, ഞങ്ങള് ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പൊ ഞങ്ങള് വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ്. അവിടെ ഒരാളെ ചത്ത പോലെ കിടക്കണം. കാമനോട്ടക്കാരനാണ്. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് കാണാല്ലേ? ഇപ്പൊ കാതലിക്കയുടെ പ്രസംഗം കേൾക്കാം. സ്റ്റാർട്ട്. എനിക്ക് ഈ പ്രോഗ്രാമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പരിഗണിക്കുന്ന രീതിയാണ്. കാരണം നമുക്ക് പലയിടത്തു നിന്നും പല രീതിയിലുള്ള മൊമെന്റുകളൊക്കെ തരാറുണ്ട്. അതൊരു പേരിന് തരുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇത് അങ്ങനെ കൃത്യമായി ഡിസൈൻ ചെയ്ത് അത്യാവശ്യം തോന്നിയിട്ടില്ലേ സ്നേഹം? നല്ലതാ, അടിപൊളിയല്ലേ? ഒരു അടിപൊളി ഡിസൈൻ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് യൂട്യൂബിന്റെ ഗോൾഡൻ ബട്ടണിന് ശേഷം ഇതുപോലെ ആസ്വദിച്ച് പിടിക്കാൻ പറ്റിയ ഒരു സാധനം. ഗോൾഡൻ ആണല്ലേ? അടിപൊളി സാധനമാണ്. സൂപ്പർ ഉണ്ട്. ഇവിടെ ഒരാൾക്ക് മാത്രം പരാതി ഉണ്ട്. പരാതി അത് മാത്രല്ല, ഫോട്ടോ നന്നായില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. ഫോട്ടോ മാറ്റിയേക്കാം. ഫോട്ടോ മാറ്റിയിട്ട് ഞങ്ങൾ അപ്പൊ ഗൈസ്, എന്താണ്, നമ്മള് പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ ആയിട്ട് നടന്നു. നമുക്ക് ഇവിടെ നന്ദനയ്ക്ക് ഒരു മൊമെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പരാതി ഇവിടെ കിട്ടിയിട്ടില്ല, തന്നതാണ് തിരിച്ചു കൊടുത്തു. പക്ഷെ അത് കിട്ടും, വഴിയെ കിട്ടും. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം 26 ഡിസംബറിൽ, കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ വേറെ ദിവസവും, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറഞ്ഞു 26 ഡിസംബറിലുള്ളത്. വെഹിക്കിൾ ഫസ്റ്റ് നന്ദന സി ആണ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നത്. നന്ദൂസ് ഡെയിലി ബിറ്റ്സില് കാണാം എല്ലാം. അതിന് മുന്നേ ഞാൻ ഇന്ത്യയിൽ ഇടാൻ പറ്റും, മിസ്സിസ് ഫുൾഫിൽ ഇടാൻ പറ്റും നോക്കട്ടെ. അല്ല, നമുക്ക് മറ്റേ പോലെ കാണാമല്ലോ അല്ലേ? അതെ, ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ്. നന്ദനാസി നല്ല അടിപൊളി സ്റ്റിച്ച് ചെയ്തിട്ട് കൊളാബാണ്, ഫുള്ള് കൊളാബ്. എന്റെ പിന്നെ കൊളാബല്ല, ഞാനിത് അർബാനിക് പറഞ്ഞ സൈറ്റിൽ നിർത്താണ്. കുറെ കാലം എടുത്തിട്ട് എവിടെ ഇടാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇട്ടു, നല്ല അടിപൊളിയായിട്ട് കറിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്താണ്. നമുക്ക് ഒരാൾ പോലും മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തു. അപ്പൊ എല്ലാവരും പറയും അതോ നല്ലത്, ആരെ കൊണ്ട് ചെയ്യിക്കേണ്ടത് അറിയോ. ഹെയർ പക്ഷെ ഞാൻ സെറ്റ് ചെയ്തിരുന്നു. ഞാൻ കാസർഗോഡ് നാച്ചുറൽസിൽ പോയിട്ട് ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം കാസർഗോഡ് എന്നും ഒരു അടിപൊളി വൈബാണ്. നന്ദു ആദ്യമായിട്ട് വരില്ലേ കാസർഗോഡ്? പിന്നെ വേറെ രസം വെച്ചാൽ ഞാൻ സ്റ്റേജിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എന്നെ സ്റ്റേജില് വലിയ വ്ളോഗറായിട്ടാണ് വിളിച്ചത്. വലിയ ബ്ലോഗറായിട്ടാണ് വിളിച്ചത്. എന്താ അവസ്ഥ ഒന്നും അറിയില്ല. സീക്രട്ട് ഏജന്റിന്റെ ഭാര്യ സൈഡ് വ്ളോഗർ, സ്നേഹ വ്ളോഗർ. എന്താ ചെയ്യാ,
എന്നിട്ട് സ്നേഹവിളവരോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ സ്നേഹവിളോട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ബാഗിൽ ഇരുന്നിട്ട് ഭർത്താവിനെ കുരുകുരുന്ന് കുശും പറയാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ചെയ്തത് കേട്ട് ഞാൻ വർക്കുന്നില്ലേ. അതെ ഒരാൾ ഞാൻ പൊളിച്ചു കാണിച്ച് ഞാൻ പറയാനൊക്കെ പറഞ്ഞു. പിന്നെ എന്റെ ഡയലോഗ് കുറെ പേര് കട്ടെടുത്തു. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത്രയുള്ള വ്ളോഗ് വീഡിയോ അവസാനിപ്പിക്കാതെ വീഡിയോ അവസാനിപ്പിക്കാൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ ബൈ.